തുളസി ഇലയും പിന്നെ അതെന്തിനാണ് സംഭവം? വൃത്തിയാക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു പുതിയൊരു സംഭവമാണ്. കയ്യിലെടുത്തിട്ട് എങ്ങനെ എടുക്കുക, തുടയ്ക്കുക. ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് കേട്ടോ. ബോളി നല്ല സോഫ്റ്റ് ബോളിയാണ്. ഇത് നോക്കിയോ, പാഴ്സൽ ഉടയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയോ. ഇതാണ്ടോ, ഒരു കട്ടിയില്ല, ഭയങ്കര സ്മൂത്തായിട്ടുള്ള ബോളിയാണ്. അപ്പോൾ ബോളിയും അമ്പലപ്പുഴ പാൽപ്പായസവും നല്ല കിഡിലും ബോളി, സോഫ്റ്റ് ബോളിയാണ്. ഹലോ, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. തിരുവനന്തപുരം വെബ് സീരീസിലെ 69ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പുറകെ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാനുള്ള നമ്മുടെ പഴയ ആ ഒരു വീഡിയോയുടെ കടയിൽ തന്നെയാണ്, ചായക്കാരിയിലാണ്, ഇൻഫോസിസിൻ്റെ അടുത്തുള്ള. അപ്പം ഇവിടെ പുതിയതായിട്ടൊരു താലി മീൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെജിറ്റേറിയനാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇനിയും സപ്പോർട്ട് തരിക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ദോശയും ഇഡ്ഡലി എല്ലാം അവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. വേൾഡ് ബെസ്റ്റ് ഇഡ്ഡലി എന്നാണ് അവരുടെ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഇന്നത്തെ ആ ഊണിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട്, അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ താലി മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് നേരെ ചായക്കാരിയിൽ വന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം. ചായക്കാരി പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഇഡ്ഡലിയും വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ഇൻഫോസിസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇവിടെ ഉച്ചയ്ക്ക് പുതുതായിട്ടൊരു മിനി ലഞ്ച് ലോഞ്ച് ചെയ്യുന്ന അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ്. അപ്പം ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇവിടെ നിന്നാണ്. ഇതാണ് കേട്ടോ അവരിവിടെ സെർവ് ചെയ്യുന്ന ആ ഒരു മിനി ലഞ്ച് എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 11:30 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അകത്ത് പഴയതുപോലത്തുള്ള ആ ഒരു ആംബിയൻസിനെ ഇപ്പോഴും അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6-7 മാസമായി ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഉച്ചയ്ക്ക് വന്നാലും നിങ്ങൾക്ക് ദോശയും ഇഡ്ഡലിയെല്ലാം അവർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ട്രൈ ചെയ്യുന്നത് അവരുടെ ഈ സ്പെഷ്യലായിട്ടുള്ള ലഞ്ചാണ്. ഒരു താലി മീൽസ് മോഡലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ബില്ലും അടച്ചിട്ട് ഒരു ടോക്കൺ തന്നു. 158 രൂപയാണ് ഈ ഒരു മിനി താലി മീൽസിൻ്റെ വില വരുന്നത്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള കറികളാണ് കേട്ടോ അവരിതിൽ സെർവ് ചെയ്യുന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ അടുത്തായിട്ട് ഇപ്പം കുറച്ചധികം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഊണാണ് കേട്ടോ സ്പെഷ്യലായിട്ട് അവർ സെർവ് ചെയ്യുന്നത്. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ലഞ്ചാണ്. ഇപ്പം നമ്മുടെ ചായക്കാരിയിൽ ആ സ്പെഷ്യൽ മീൽസ് വന്നിട്ടുണ്ട്. മിനി സ്പെഷ്യൽ മീൽസ് എന്നാണ് ഇതിൻ്റെ പേര് അവർ പറഞ്ഞത്. പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കിതിൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആസ് യൂഷ്വൽ ഒരു പപ്പടമല്ല, അപ്പളമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചമ്പ റൈസാണ് പറഞ്ഞത്. ചമ്പ റൈസ് വേണ്ടാത്തവർക്ക് വൈറ്റ് റൈസ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പരിപ്പ് വടയുണ്ട്. ഇപ്പോൾ എല്ലാ വെജിറ്റേറിയൻ കടകളിലെ ഊണിലും പരിപ്പ് വട കാണാറുണ്ട്. ഇതൊരു പ്രഥമനാണ്. എനിക്ക് തോന്നുന്നു അമ്പലപ്പുഴ പായസത്തിൻ്റെ ആ ഒരു സെയിമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ രസമുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ. ഇത് എരിശ്ശേരിയാണ്. പിന്നെ ഒരു കൂട്ടുണ്ട്, അതുപോലെ തന്നെ പുളിയിഞ്ചിയുണ്ട്, കട്ടത്തൈരുണ്ട്, പിന്നെ ഒരു വറുവലെന്ന് പറയും. ഇത് നമ്മുടെ എന്താ പറയാൻ കത്രിക്ക വറുവലാണ്. പിന്നെ ബോളിയുണ്ട്. ബോളി നല്ല സോഫ്റ്റ് ബോളിയാണ്. ഉപ്പ്, ഒരു തൈര് മുളകുണ്ട്, പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി കൂടെ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണിപ്പം ചായക്കാരിയിൽ അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള മീൽസ്, മിനി മീൽസാണ്. അതുപോലെ തന്നെ കഴിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഔപചാരികമായ ചടങ്ങ് കൂടെയാണ്. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഒരു പുതിയൊരു സംഭവമാണ്. കയ്യിലെടുത്തിട്ട് എങ്ങനെ എടുക്കുക, തുടയ്ക്കുക. ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് കേട്ടോ. ചോറുണ്ട്. നമുക്ക് ആദ്യം റൈസ് ഇടാം. റൈസ്, പരിപ്പിൻ്റെ പൊടി, അത് കഴിഞ്ഞിട്ട് നെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെഷ്യൽ അല്ലേ? പരിപ്പ് വരുന്നില്ല. അപ്പം ഇല്ലാത്ത ഒരു ഊണാണ്. പരിപ്പിൻ്റെ പൊടിയാണ് അവർ ഇട്ടിട്ടുള്ളത്. പൊടിയും നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. ഇത് മാത്രം കഴിച്ച ടേസ്റ്റ് വേണോ നോക്കട്ടെ. നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്, ലേശം എടുത്ത്. അപ്പം പരിപ്പില്ലാതെ പരിപ്പിൻ്റെ പൊടിയും അതുപോലെ നെയ്യും കൂടെ ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം. ആദ്യം അങ്ങനെ കഴിക്കുന്നേ. നമ്മൾ ആദ്യം ആ ഒരു വെള്ളം തന്നില്ല, അതിൽ കുറച്ച് കർപ്പൂരത്തിൻ്റെ ഒരു ചെവയുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല, എങ്കിലും ഒരു ഡിഫറെൻറ്റ് അല്ലേ.
ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പരിപ്പില്ല, പരിപ്പിൻ്റെ പൊടിയും നെയ്യാണ് അവർ ഇതിൽ തരുന്നത്. അപ്പോൾ ഇത്രയും കറികളെല്ലാം ഉണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ നമുക്കൊരു റീഫിൽ തരും. ഇതിലേക്ക് സാമ്പാർ ഒഴിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ കഴിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത്. അപ്പം സാമ്പാറും ചോറും കൂടെ അങ്ങനെ കഴിച്ചു വിട്ടെ. അപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചായക്കാരിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ദോശയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഊണിപ്പം പുതുതായിട്ട് ഇപ്പോഴാണ് ലോഞ്ച് ചെയ്തത്. എന്തായാലും ഡിഫറെൻ്റാണ്, കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ, നല്ല ഊണാണ്. സാമ്പാറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ശേഷം ചോറും കൂടെ ഇടാം. സാമ്പാർ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കുറച്ച് സാമ്പാറും കൂടെ വാങ്ങണം. ചോറ് അവർ വേണമെങ്കിൽ റീഫിൽ ചെയ്ത് തരും. പിന്നെ ആ ഒരു പ്രസൻറ്റേഷൻ രീതിയിലാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. ഏതൊരു ഊണായിരുന്നാലും സദ്യ ആയിരുന്നാലും പരിപ്പ് കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സാമ്പാർ തന്നെയാണ്. എനിക്കും സാമ്പാർ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. ഇവിടുത്തെ സാമ്പാർ അടിപൊളി ടേസ്റ്റായിട്ടുണ്ട്. ഞാൻ ഒരു കടയിൽ നിന്നും സാമ്പാറിന് അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാൻ തോന്നും. എന്നുവെച്ചാൽ ഞാനൊരു തികഞ്ഞൊരു സാമ്പാർ പ്രേമിയും കൂടെ ആണ് കേട്ടോ. ഇത് കത്രിക്ക വറുവലാണ് കേട്ടോ. ചെറിയൊരു സ്നാക്സ് പോലെയാണ് കഴിക്കാൻ വെച്ചിട്ടുള്ളത്. ഒരു എന്താ പറയുക, നമ്മളിവിടെയൊക്കെ ഉപ്പേരി എന്ന് പറയും. കത്രിക്ക ഉപ്പേരിയാണിത്. എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ വീട്ടിൽ വയ്ക്കാറുണ്ട് കേട്ടോ. കത്രിക വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ പയർ ഉണക്കിയിട്ട് ചിപ്സായിട്ട് എടുക്കാറുണ്ട്. അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ വീട്ടിലുണ്ട്. ഈ കത്രിക ഉപ്പേരി, കത്രിക വറവൽ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ തൈരിൻ്റെ കൂടെയാണ് കൂടുതൽ ആൾക്കാർ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു ഐറ്റത്തിൽ നല്ല ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. തൈരും ഈ ഒരു കത്രിക വറവുകളാണ് കിടിലൻ ടേസ്റ്റായിരിക്കും. നമുക്ക് കഴിച്ച് നോക്കണം. സാധാരണയായിട്ട് തമിഴ്നാട്ടിൽ ഊണിൻ്റെ കൂടെയാണ് ഇതുപോലെ വറുവൽ, അതായത് എണ്ണ പൊരി എന്തെങ്കിലും കാണും. പ്രത്യേകിച്ച് അവർ വെജിറ്റബിൾസ് ആയിരിക്കും കൂടുതലായിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാറുള്ളത്. അത് അവരുടെ ആ ഒരു ഊണിൻ്റെ സ്റ്റൈലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ വന്നിട്ടുണ്ട്. കുറച്ച് പുളിയിഞ്ചി ഒഴിച്ചോട്ടെ. മധുരമുള്ള ഇഞ്ചി കറിയാണ്. അതിനാണ് പുളിയിഞ്ചി എന്ന് പറയുന്നത്. മധുരമുള്ള ഇഞ്ചി, ചെറിയൊരു പുളിപ്പും പുളിയിഞ്ചി അടിപൊളിയാണ്. അടിപൊളിയാണ്. ചില കടകളിൽ ഇഞ്ചിക്ക് വരെ പുളിയിഞ്ചിയാണ് തരുന്നത്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ലാത്ത കറികളാണ്. സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി തൈരുണ്ട്, രസമുണ്ട്, അതെല്ലാം കഴിക്കണം. സാമ്പാറും പരിപ്പോടെയാണ് കുറച്ചും കൂടെ കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ കുറച്ച് കത്രിക്ക കറുവലയും കൂടെ വയ്ക്കാം. മിക്സ് ചെയ്തിട്ടേ ഇങ്ങനെ എടുത്തിട്ടൊരു പിടി പിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്നൊരു കാര്യം പറഞ്ഞാൽ ഇത് പരിപ്പോടെ അല്ല, ഞാൻ കമ്മിപ്പോയി. ഇത് അമ്പോളം എന്നുള്ള സാധനമാണ്. കർണാടകയിലെ ഒരു ഡിഷാണ്. അതാണ് ഞാൻ നോക്കിയപ്പോഴേ പരിപ്പോടെ ക്രിസ്പിയല്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു, കട്ടിയല്ല. അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ പരിപ്പോടെ ആയിരിക്കുന്നു. അപ്പോൾ ഇത് അമ്പോളം എന്ന് പറഞ്ഞ സാധനമാണ്, കർണാടക സ്പെഷ്യലാണ്. പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. സോറി, ക്ഷമിക്കണം, എനിക്കിതിനെപ്പറ്റി പരിചയപ്പെടുത്തില്ല. എന്തായാലും അത് കൊള്ളായിരുന്നു കേട്ടോ. സാമ്പാറിൻ്റെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബോളിയും പായസവും കൂടെ കഴിച്ചിട്ട് ഒന്നും കൂടെ ചോറ് വാങ്ങിച്ചിട്ട് നമുക്ക് തൈരെല്ലാം കൂടെ കൂടിച്ചേർത്ത് കഴിക്കാനുണ്ട്. അപ്പം പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കട്ടെ. അമ്പലപ്പുഴം പായസം മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പായസം മാത്രം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അമ്പലപ്പുഴ പായസമാണ്. പായസം അടിപൊളിയായിട്ടുണ്ട്, നല്ല കിടിലൻ ടേസ്റ്റ് കേട്ടോ. കുറച്ച് സമയമെടുത്ത് ചെയ്തിട്ടുള്ള പായസമാണ്. പായസം പൊളി കേട്ടോ. പായസം പൊളി. അമ്പലപ്പുഴ പായസത്തിൻ്റെ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അതേപോലെയൊക്കെ ആയിട്ടുണ്ട്. ബോളി നല്ല സോഫ്റ്റ് ബോളിയാണ്. ഇതാ നോക്കിയോ, പായസത്തിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയോ. ഇതാണ്ടോ, ഒരു കട്ടിയില്ല, ഭയങ്കര സ്മൂത്തായിട്ടുള്ള ബോളിയാണ്. അപ്പോൾ ബോളിയും അമ്പലപ്പുഴ പാൽപ്പായസവും കൂടെ കഴിക്കാം. പായസം എന്തായാലും കിടിലൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. ബോളി നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അമ്പലപ്പുഴ പാൽപ്പായസവും നല്ല കിടിലൻ ബോളി, സോഫ്റ്റ് ബോളിയാണ്. ബോളി പൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസത്തിൻ്റെ ആ ഒരു മധുരം കൂടെ ആയപ്പോഴേ വേറെ ലെവൽ ടേസ്റ്റ്. ബോളിയും പായസം കൂടെ വായിൽ വെച്ചപ്പോൾ അങ്ങ് അലിഞ്ഞു പോകണം കേട്ടോ. പായസം അത്യാവശ്യം നല്ല മധുരമുണ്ട്. ബോളി നല്ല സോഫ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വേണ്ട
ബോളിക്ക് തന്നെ കേട്ടോ ഫുൾ മാർക്ക്. പിന്നെ പായസം വേറെ ലെവല്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പം ഇത് മിസ് ചെയ്യല്ലേ. അടിപൊളി പായസം കേട്ടോ. ഇത് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഈ ബോളിയും പായസം. കുറച്ച് പായസം ചോദിച്ചു നോക്കട്ടാ. ചോദിച്ചു നോക്കട്ടെ. കുറച്ച് മതി മതി. അപ്പോൾ ഞാൻ കുറച്ച് പായസം വാങ്ങിയിട്ടുള്ളൂ. ഒരുപാട് കൊണ്ടുവന്നു. ഞാൻ കുറച്ച് പായസം നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴേ നിങ്ങൾ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഐറ്റമാണ് ഇവിടുത്തെ ആ ഒരു പായസവും ബോളിയും. വട്ടാറ് കോമ്പിനേഷൻ കേട്ടോ. രക്ഷയില്ലാത്ത ടേസ്റ്റ്. സ്പെഷ്യലായിട്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ. ഒരു 158 രൂപയൊക്കെ വർത്താണ്. അവസാനം ബോളി പായസം കഴിക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ബോളി അടിപൊളി പായസവും ബോളിയും കേട്ടോ. മസ്റ്റ് ട്രൈ. പിന്നെ കുറച്ച് വൈറ്റ് റൈസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ബസ് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ബസ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് റൈസിനൂടെ നമ്മൾ രസമാണ് കഴിക്കാൻ പോകുന്നത്. രസമല്ല, അത് പുളി രസം എന്നാണ് പറയുന്നത്. അത് സ്പെഷ്യലാണ്. അത് നമ്മൾ ഉപ്പ് പുളി അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചേരുവയല്ലേ, ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു രസമാണ്. അതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മൾ പുളി, അതായത് ഉപ്പും പുളി എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ പുളി രസം എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ ഒരു രസമാണ്. അപ്പം ഒരു സ്പെഷ്യൽ രസവും ഒരു വൈറ്റ് റൈസും കൂടെ ജസ്റ്റ് കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഈ രസത്തിന് ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലെ ഉപ്പും പുളി ഞവടത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വൈറ്റ് റൈസും ഒരു പുളി രസവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കഴിക്കാം. ലേശം കട്ടത്തൈരും കൂടെ ഒഴിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ല ഈ വീഡിയോ. അപ്പോൾ കട്ടത്തൈരിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഉപ്പെടുക്കാം. ഞാൻ സാധാരണ ഉപ്പ് ഉപയോഗിക്കാറില്ല. ഇത് അടമാങ്ങ അച്ചാറാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കാറുണ്ട്. എന്തായാലും അടമാങ്ങ അച്ചാർ ഒരു കടയിലും കിട്ടത്തില്ല, ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. കിട്ടില്ല അച്ചാറാണ്. തൈരിൻ്റെ കൂടെയൊക്കെ വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ ഇത്രയും നാളായിട്ടേ ഞാൻ ഒരു കടയിൽ അടമാങ്ങ അച്ചാർ കഴിച്ചില്ല. കിടിലാണ്. പക്ഷേ അടമാങ്ങ അച്ചാറേ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മേക്കിംഗ് രീതിയൊക്കെ കുറച്ച് പാടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. തൈരും അടമാങ്ങ കൂടെയാണ് അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. പൊളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടെക്നോ പാർക്ക് ഇൻഫോസിസ് പൈസ എടുത്ത് 158 രൂപയ്ക്ക് നല്ലൊരു ഊണ് കഴിക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ പായസവും ആ ബോളിയും കറികളെല്ലാം അത്യാവശ്യം നന്നായിട്ടുണ്ട്. പായസവും ബോളിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ തൈരിൻ്റെ കൂടെ ഈ അടമാങ്ങ അച്ചാറും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളി. എന്തായാലും ഈ പൈസയ്ക്ക് മുതലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു അമ്പലപ്പുഴ പായസവും ബോളി മാത്രം മതി മുതലാവാൻ വേണ്ടിയിട്ട്. പിന്നെ അടമാങ്ങ അച്ചാർ ഒരു രക്ഷയില്ല കേട്ടോ. പൊളി. വീട്ടിലുണ്ടാക്കാറുണ്ട്. അടമാങ്ങയുടെ റെസിപ്പി ആർക്കെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ വീഡിയോയുടെ തൊട്ട് താഴെ. നമ്മൾ ചെറിയൊരു ചാനലും കൂടെ വീട്ടിൽ തുടങ്ങാനുള്ളൊരു പ്ലാനുണ്ട്. വീട്ടിലെ അമ്മായിയമ്മ വൈഫൊക്കെ വെറുതെ ഇരിക്കുകയല്ലേ, അവർക്ക് ചെറിയൊരു ചാനലൊക്കെ തുടങ്ങി കൊടുക്കാം. ഇന്ന് വെജിറ്റേറിയനിൽ ഒരുപാട് ഡിഷസ് പരിചയപ്പെടുത്തി തരാൻ പറ്റും എനിക്ക് ആ വീഡിയോ കൂടെ. നോക്കാം, ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചായക്കാരിയിലെ ആ ഒരു മീൽസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മിനി മീൽസ് എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു കൂടുതലൊരു തമിഴ്നാട് ടച്ചും കൂടെ അതിൽ വന്നിട്ടുണ്ട്. പരിപ്പ് പൊടിയും നെയ്യാണ് അവർ ആദ്യമേ തരുന്നത്. പിന്നെ ആദ്യം തന്ന ആ ഒരു ഇല വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊരു വെള്ളം തന്നില്ലേ, അതിൽ കുറച്ച് കർപ്പൂരത്തിൻ്റെതും പിന്നെ അതുപോലെ തന്നെ തുളസി ഇലയൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു വെള്ളം തരുന്നത്. നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല അങ്ങനെ ഒരു രീതി. എങ്കിലും അടിപൊളിയായിട്ടുള്ള ഊണായിരുന്നു. 158 രൂപയാണ് ഈ ഒരു മിനി താരി മീൽസിൻ്റെ റേറ്റ് വരുന്നത്. പാൽപ്പായസവും ബോളി എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. വേറെ ലെവൽ ടേസ്റ്റായിരുന്നു. പാൽപ്പായസമൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ കറികളിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള കറികളുണ്ട്. ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെ താലി മീൽസ് കാണും. അപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ മീൽസ്. നിങ്ങൾ ഇൻഫോസിസിൻ്റെ അതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഉണ്ട് കേട്ടോ.